അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഏറെ സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, വർഷത്തിൽ 3 ദിവസം നന്മയുടെ സമ്പാദനത്തിനു വേണ്ടിയും വിദ്യയുടെ ആർജനത്തിനു വേണ്ടിയും ചെലവഴിക്കുവാൻ താൽപ്പര്യപ്പെട്ടും ഒരുങ്ങിയും സ്വയം സന്നദ്ധരായുമാണ് നമ്മളെല്ലാവരും 14ാമത് പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ, ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും വെറുപ്പുള്ളത്, അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുവാനും തടയുവാനും ശ്രമിക്കുന്നത് നമ്മുടെ ആജന്മ ശത്രുവായ പിശാചാണ്. മനസ്സിൽ ചീത്ത ചിന്തകൾ തോന്നിപ്പിച്ചും മറ്റുള്ള വികാരങ്ങൾ മനസ്സിലേക്ക് കടത്തിവിട്ടും എങ്ങനെയെങ്കിലും ഈ ക്യാമ്പിൻ്റെ സെഷനുകളിൽ നിന്നും ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളിൽ നിന്നും നമ്മളുടെ ശ്രദ്ധ തെറ്റിച്ചു കളയണമെന്നുള്ള നിർബന്ധ ബുദ്ധി തീർച്ചയായും പിശാചിനുണ്ട്. ഇവിടെ പിശാചിന് നമ്മൾ കൂട്ടുകൊടുക്കണമോ, അതല്ല പിശാചിനെ തോൽപ്പിച്ച് പടച്ചതമ്പുരാൻ്റെ സംഘത്തിൽ നമ്മൾ ചേരണമോ എന്ന ചോദ്യത്തിന് ബുദ്ധിമാന്മാരായ നിങ്ങൾ ഉത്തരം നൽകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വമയ്യക്കുനി ശൈത്വാനു ലഹു ഖരീനൻ ഫസഅ ഖരീന. ആരെങ്കിലും പിശാചിനെ കൂട്ടുകാരനായി സ്വീകരിച്ചാൽ അത് ഏറ്റവും മോശം കൂട്ടുകെട്ടാണെന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഒരുപാട് പണം ചെലവഴിച്ച് പലരുടെയും നിരുത്സാഹങ്ങൾ കേട്ട് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളെ അവഗണിച്ച് എന്തിനാണ് എൻ്റെ മുന്നിലിരിക്കുന്ന പൊന്നു സഹോദരങ്ങൾ ഈ ക്യാമ്പിൽ ഇത്ര താല്പര്യത്തോടെ പങ്കെടുക്കുന്നത്? നിങ്ങളുടെ മനസ്സാക്ഷി പറയുന്ന ഉത്തരം ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഉത്തരമാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. മതപരമായ അറിവ് അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും യാത്ര പുറപ്പെട്ടാൽ അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുവാൻ, അറ്റമില്ലാത്ത ജീവിതം നമുക്ക് ലഭിക്കുന്ന പരലോകത്ത് നമുക്ക് രക്ഷപ്പെടുവാൻ, അവിടെ പടച്ചതമ്പുരാൻ്റെ പ്രതിഫലം കിട്ടുവാൻ ഉള്ള അസുലഭമായ അവസരമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ സന്നിഹിതമായിട്ടുള്ളത് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കണം. ഇന്നലെ കുറേ ദൂരം യാത്ര ചെയ്തു, ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ എത്തിയിട്ടും കിട്ടിയത് അത്ര തികഞ്ഞില്ല. രാത്രി ഉറങ്ങാനും അല്പം വൈകിപ്പോയി. നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നതുകൊണ്ട് ഉറക്കം ശരിയായില്ല. അതിനുശേഷം ഒന്ന് മയങ്ങണമെന്ന് വിചാരിച്ചു, 15 മിനിറ്റ്. അതോടുകൂടി എല്ലാം ഫ്രഷാകുമായിരുന്നു. അതിനും ഇവന്മാർ സമ്മതിച്ചില്ല. എങ്ങനെ ഇനി ഒരു ദിവസം മുഴുവനും ഈ ക്യാമ്പുമായി മുന്നോട്ട് പോകും? പിശാചി ചില്ലറക്കാരനല്ല. അവൻ നമ്മുടെ സുഹൃത്തിൻ്റെ രൂപത്തിലാണ് വരിക. അവൻ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയുന്നത് പോലെയാണ് പറയുക. അവൻ നമ്മുടെ കുടുംബ ഡോക്ടറെ പോലെയാണ് പലപ്പോഴും നമുക്ക് അഡ്വൈസുകൾ നൽകിക്കൊണ്ടിരിക്കുക. പിശാചിനെ തിരിച്ചറിയുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ 3 ദിവസത്തെ നിങ്ങളുടെ അധ്വാനവും പരിശ്രമങ്ങളുമൊക്കെ വൃഥാവിലാണ്, നഷ്ടത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ഇവിടെ സുഖവാസത്തിന് വേണ്ടി വന്നതല്ല. നമ്മളൊരു വിനോദയാത്രയ്ക്ക് പോലും വന്നതല്ല. നമ്മൾ നമ്മുടെ കമ്പനിയുടെ വലിയ ഓഫറുകളും ടാർഗറ്റും നമ്മൾ അച്ചീവ് ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് ലഭിച്ച വലിയ ഒരു സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയും എത്തിയതല്ല. മറിച്ച് അല്പമൊക്കെ പ്രയാസം സഹിക്കാനും അല്പം ബുദ്ധിമുട്ടിയാലും ശരി, ഇവിടെ ലഭിക്കുന്ന 3 ദിവസത്തെ സെഷനുകളിൽ വ്യത്യസ്തങ്ങളായ പണ്ഡിതന്മാരിൽ നിന്ന് വിഷയങ്ങൾ പഠിക്കാനും ധാരാളം കാര്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷവും കടന്നു വരാവുന്ന മരണമെന്ന നമ്മൾ ആരും ക്ഷണിക്കാതെ കടന്നു വരുന്ന അതിഥി നമ്മളെ പിടികൂടുന്നതിൻ്റെ മുമ്പ് പടച്ചതമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ എന്തു ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, നിങ്ങളുടെ കൂടെ ഈ ക്യാമ്പിൽ വരാൻ വേണ്ടി ഒരുങ്ങി നിന്ന പലരെയും രോഗം പിടികൂടിയിട്ടുണ്ട്. ഇങ്ങോട്ട് പുറപ്പെട്ട പല വാഹനങ്ങളും വഴിയിൽ അപകടമുണ്ടായതുകൊണ്ട് ഏറെ വൈകി ഇങ്ങോട്ട് എത്തിപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കൂടെ ചെറുപ്പം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കൂട്ടുകാരെ നമുക്കറിയാം. അവരൊക്കെ പലപ്പോഴും ജീവിതത്തിൻ്റെ പല വഴികളിലായി നമ്മളോട് വിട പോലും പറയാതെ നമ്മളിൽ നിന്ന് കടന്നുപോയിട്ടുണ്ട്. മരണമെന്നുള്ളത് ഏതു നിമിഷവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ള യാഥാർത്ഥ്യമാണ്.
ഇത്തരം ക്യാമ്പുകളിൽ ആത്മാർത്ഥമായി പങ്കെടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറുചുറുക്കുള്ള ശരീരവും സൗന്ദര്യമുള്ള നമ്മുടെ മേനിയും നമ്മൾ ഇഷ്ടം പോലെ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയുന്ന നമ്മുടെ സ്വാതന്ത്ര്യവുമെല്ലാം നഷ്ടപ്പെട്ട് ഒന്നിനും കഴിയാതെ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ നമ്മുടെ വീടിൻ്റെ ഒരു മൂലയിൽ നമ്മൾ ശയ്യാവലംബിയായി കിടക്കേണ്ടി വന്നേക്കാം. അറിയാം, എത്രയോ അനുഭവങ്ങൾ മുന്നിലുണ്ട്. എനിക്കേറെ ബന്ധമുള്ള ഒരു കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥി, കോഴിക്കോടുള്ള പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി, അവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങളിലും സ്പോർട്സ് രംഗത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥി, ഇടുക്കിയിൽ വെച്ച് നടക്കുന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് അതിൽ വിജയശ്രീലാളിതനായി മടങ്ങി വരുമ്പോൾ രാത്രി ഒരുപാട് ഉറക്കമൊഴിച്ച് വാഹനം ഓടിച്ചതിൻ്റെ പേരിൽ 21 വയസ്സുള്ള എൻ്റെ സുഹൃത്ത് അവനിപ്പോഴും അപകടത്തിൻ്റെ പിടിയിൽ നിന്ന്, അതിൻ്റെ ആഘാതത്തിൽ നിന്ന് മുക്തമായിട്ടില്ല. കണ്ണിൽ നനഞ്ഞുകൊണ്ടല്ലാതെ, കണ്ണുനീർ ചാലിച്ചുകൊണ്ടല്ലാതെ എനിക്ക് ആ സംഭവം വിവരിക്കാൻ കഴിയില്ല. എൻ്റെ പ്രിയ സുഹൃത്ത്, അവൻ്റെ പേര് ഞാൻ പറയുന്നത് അവൻ്റെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് വിഷമമുണ്ടാകുമെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ പേര് തൽക്കാലം വിടുന്നു. അങ്ങനെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് തേർഡ് പ്രൈസ് നേടി തിരിച്ചു വരുമ്പോൾ ഒരുപാട് ദൂരം ഉറക്കമൊഴിച്ച് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടും ഒന്നും സംഭവിക്കാതെ തൻ്റെ വീടെത്താൻ ഏതാനും കിലോമീറ്ററുകൾ മാത്രം ബാക്കി നിൽക്കെ പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയോ അശ്രദ്ധമായി പോവുകയോ ചെയ്തതിൻ്റെ പേരിൽ അതിവേഗതയിൽ വരുന്ന വാഹനം മറിഞ്ഞ് അവിടെയുള്ള വയലിലൂടെ മറിഞ്ഞ് ആ വാഹനം മുഴുവനും തവിടുപൊടിയായി ശരീരത്തിൻ്റെ ഒരു ഭാഗവും ഇളക്കുവാൻ കഴിയാതെ ജീവൻ തിരിച്ചു കിട്ടിയതേ ഭാഗ്യമെന്ന് കരുതി കണ്ണുനീരോടുകൂടി ആ വീട്ടുകാർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെപ്പോലെയുള്ള നമ്മുടെ പ്രായത്തിലുള്ള നിങ്ങളുടെയൊക്കെ സമപ്രായക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു വിദ്യാർത്ഥിയുടെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ രോഗങ്ങൾ പലതും കടന്നു വരുന്നുണ്ട്. ക്യാൻസർ എന്ന് പറയുന്നത്, ട്യൂമർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏതു നിമിഷവും കടന്നു വരാവുന്ന അത്ര സർവ്വവ്യാപിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രോഗങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ ചെന്നമർന്ന് ഒന്നിനും പറ്റാതെ നമ്മൾ ആരോഗ്യം നശിച്ച് കഴിഞ്ഞ് അവിടെ നമുക്ക് നന്നാവാമെന്ന് ചിന്തിക്കുവാനുള്ള അവസരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ആരോഗ്യമുള്ള സമയത്ത്, വരാതിരിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള സമയത്ത് താല്പര്യപൂർവ്വം പടച്ച തമ്പുരാൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് എന്നറിയാം. അല്പം അസൗകര്യങ്ങളുണ്ട്. തുടർച്ചയായി ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന ബോറടി സ്വാഭാവികമാണ്. ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് പോകണമെന്നോ വെള്ളം കുടിക്കണമെന്നോ ഇല്ലെങ്കിലും മൂത്രമൊഴിക്കണമെന്നോ ഒക്കെ പലപ്പോഴും മനസ്സിൽ തോന്നുവാനോ അങ്ങനെ വരാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ക്യാമ്പിൻ്റെ പൂർണ്ണമായ റിസൾട്ടിനെ ബാധിക്കുമെന്ന് കരുതി നമ്മൾ ഒരാൾ എഴുന്നേറ്റ് നടക്കുമ്പോഴോ നമ്മൾ സ്ഥാനചലനം ഉണ്ടാകുമ്പോഴോ അടുത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിന് അത് അസൗകര്യമാകുമെന്ന് കരുതി അല്പമൊക്കെ ക്ഷമിക്കാനും റിസ്ക് എടുക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തമാണ്. ഇൻഫർമേഷൻ രംഗത്ത്, കമ്മ്യൂണിക്കേഷൻ രംഗത്ത് മനുഷ്യൻ്റെ സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്ന ഒരു വലിയ ഒരു ഉപകരണമാണ്. പക്ഷേ അത് നമ്മുടെ ക്യാമ്പിനോ നമ്മുടെ ക്യാമ്പ് കേൾക്കുവാനുള്ള അവസ്ഥക്കോ ഒരു നിലക്കും വിഘാതമാവുകയില്ല എന്ന് മനസ്സിലാക്കണം. ഇന്ന് രണ്ടാം ശനിയാണ്. ഒരു പണിയുമില്ലാതെ ഹോസ്റ്റലിലോ വീട്ടിലോ ഒക്കെ ഇരിക്കുന്ന നമ്മുടെ ക്ലാസ്മേറ്റ്സും റൂംമേറ്റ്സും ഉണ്ടാവും. വെറുതെ മെസ്സേജുകൾ അയക്കാനും വെറുതെ മിസ്സടിക്കാനും ഒക്കെ അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കിട്ടുന്ന മിസ്സൊക്കെ തിരിച്ചു വിളിക്കാനും വരുന്ന ഫോണൊക്കെ അറ്റൻഡ് ചെയ്യാനും ശ്രമിച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഇതിനേക്കാൾ നല്ലത് എന്ന് പലപ്പോഴും തോന്നിപ്പോകും. അത്രമാത്രം ഫോണുകൾ. ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സൗജന്യമായി ലഭിക്കാൻ വെറും 30 രൂപ മാസം കൊടുത്താൽ മതി എന്ന നിർദ്ദേശം ലഭിക്കുന്നത്. വെറുതെ മൊബൈൽ ഫോൺ വരുന്നതൊക്കെ സീരിയസ് ആയിട്ട് കരുതിയിട്ട് ബാക്കിയുള്ളവർക്കുള്ള സാധനം തന്നെയാണിത്, നമുക്ക് മാത്രമുള്ളതല്ല, എല്ലാവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വലിയൊരു പുതുമയുള്ള സംഗതി ഒന്നല്ല എന്ന് മനസ്സിലാക്കുകയും അത്യാവശ്യമായി വരുന്ന കോളുകൾ മാത്രം അറ്റൻഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്തൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്, ആ ഉദ്ദേശമാണ് മടങ്ങുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക. കുറേ ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ കണ്ട് കൺകുളിരെ തിരിച്ചു പോകാം എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കും. അതല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, അതിനുവേണ്ടി ആയുധങ്ങൾ നമുക്ക് സംഭരിക്കാം എന്ന യഥാർത്ഥമായ ലക്ഷ്യമാണുള്ളത്. ആ ലക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ എന്നും നിങ്ങൾക്ക് വിജയിക്കുവാനും നിങ്ങൾക്ക് രക്ഷപ്പെടുവാനും ഉണ്ടാകും. ആ ഒരു നല്ല